ചേട്ടാ വാ ചേട്ടാ വാ. ഞാൻ വേണമെങ്കിൽ സോറി ചോദിച്ചാലോ? സോറിയോ? എന്തിന്? അന്ന് കുറെ വഴക്ക് പറഞ്ഞില്ലേ? വളരെ നല്ല കുട്ടിയാ മോനെ, ഞാൻ തെറ്റിദ്ധരിച്ചത്. എന്തിനാ സതീഷ് റഷ്യയിലേക്ക് പോയത്? പറയാ. ലിവിംഗ് ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്നൊരു വലിയ കാര്യമല്ല. അത് വർക്കൗട്ട് ആവുന്നതുപോലെ നോക്കിക്കോണം. ആൾ ദി ബെസ്റ്റ്. ഓക്കെ മാസ്റ്റർ. See you again. ബൈ. എൻ്റെ അച്ഛനും അമ്മയും ഉണ്ടായിരുന്നേ നന്നായിരുന്നു അല്ലേ? ഞാൻ കൂടെയില്ലേ? ശ്രീ, ഈ ബിൽഡിങ്ങില് ഒരു ലിഫ്റ്റ് ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നേനെ അല്ലേ? നമ്മുടെ ഓഫീസ് ലിഫ്റ്റ് പോലെ ആയിരുന്നെങ്കിൽ നന്നായിരുന്നേനെ അല്ലേ? അപ്പപ്പോ അത് സ്റ്റക്കായിരുന്നെങ്കിൽ നന്നായിരുന്നേനെ അല്ലേ? അയ്യോ, നേരം എടുത്തോ. ശ്രീകുട്ടി, സമയായി. എന്താടാ, എക്സർസൈസ് തുടങ്ങിയോ? അമ്മേ മതി അമ്മേ. എന്തിനാ മതിയെന്ന് പറഞ്ഞോണ്ടിരിക്കുന്നത്? നന്നായിട്ട് കഴിക്കാൻ നോക്ക്. നന്നായിട്ട് കഴിച്ചോണ്ടിരിക്കുകയല്ലോ. ഗുഡ് മോർണിംഗ്. ഞാൻ പോയി ആഹാരം ഉണ്ടാക്കാം. എന്തേ, ഇഷ്ടപ്പെട്ടില്ലേ? ഏയ് ചേച്ചേ മതി, വയറ് നേരത്തെ നിറഞ്ഞു. ഇനി മുതൽ വീട്ടിൽ നിന്ന് കുറച്ച് കഴിച്ചാൽ മതി. സൂപ്പർ ഗായ്സ്, ടോയ്ലറ്റ് പ്ലംബിംഗ് വർക്ക് നടക്കാണ്, ആരും അങ്ങോട്ട് പോരുത്. ഹലോ, പറയട്ടാ. എന്താ ലൗഡ് സ്പീക്കറിൽ ഇട്ടിരിക്കുകയാണോ നീ? പറഞ്ഞോ ചേട്ടാ. ഇന്ന് മുതൽ നീ ടൈലറിംഗ് ക്ലാസ്സിന് വരാന്ന് പറഞ്ഞല്ലോ. ടൈമിംഗ് വളരെ പ്രധാനമാണ്, പെട്ടെന്ന് വാ. വരാം, ദേഷ്യപ്പെടാതെ ചേട്ടാ. വന്ന് വേഗം പഠിക്കാൻ നോക്ക്. എന്ത് ക്ലാസ്സാ? നമ്മുടെ തങ്കരാജ് ചേട്ടൻ അമ്മേ. ചുമ്മാ ബോറടിക്കുകയല്ലേ, ഡെയിലി പോയിട്ട് വരാം അമ്മ, ടൈലറിംഗ് പഠിക്കാനേ. വയ്യമ്മ. എടാ, അവൻ തന്നെ എൻ്റെ അടുത്താ പഠിക്കുന്നത്. ഇവൻ അവൻ്റെ അടുത്ത് പോയി എന്ത് പഠിക്കാനാ? ശ്രീ, നിന്റെ ഡ്രീം എന്താ? അങ്ങനെയൊന്നുമില്ല. ലൈഫില് നിന്റെ ഡ്രീം? അങ്ങനെയൊന്നും ഇല്ലെന്നേ. ശരി, ക്യാരി ഓൺ.
അല്ല നിന്റെ ഡ്രീം എന്താ? എനിക്കൊരു റെസ്റ്റോറൻറ്റ് തുറക്കണം എല്ലയിൽ. എന്തിനാ റെസ്റ്റോറൻറ്റ്? ഐ ലവ് കുക്കിംഗ് ആൻഡ് എന്തൊരു വലിയ ബിസിനസ് ആണെന്നറിയോ? എല്ലയിൽ ഒരു റെസ്റ്റോറൻറ്റ്, അവിടെ തന്നെ ഒരു വീട്. എന്തൊരു രസമെന്നറിയോ? ഐ എം സേവിങ് മണി ഫോർ ദാറ്റ്. റെസ്റ്റോറൻറ്റിന് പേര് കണ്ടുപിടിച്ചോ? എത്ര നാളായി ആലോചിക്കുന്നെന്നറിയോ? പേര് മാത്രം കിട്ടിയില്ല. SS റെസ്റ്റോറൻറ്റ്. എന്നുവെച്ചാ ശ്രീ സിന്ധു. എങ്ങനെ? നിനക്ക് സത്യത്തിൽ ഒരു ഡ്രീമും ഇല്ലേ? അമ്മയെ നന്നായിട്ട് നോക്കണം, അത്ര തന്നെ. അത് ഡ്രീമല്ല, കടമയാ. എന്തേലും ഒന്ന്. അല്ല എല്ലേന്ന് വെച്ചാൽ എന്തുവാ? ലൂസ് ഏഞ്ചൽസ്. ഇതായിരുന്നു. സിധു പോയാലോ? ഞാനിന്ന് ലേറ്റ് ആവും. ശരി, വെയിറ്റ് ചെയ്യാം. ഇല്ല, നീ പൊക്കോ, കുക്ക് ചെയ്ത് വെക്ക്. എനിക്ക് നല്ല വിശപ്പുണ്ട്. ഞാൻ ക്യാബിൽ വന്നേക്കാം. ശരി, ഓക്കെ. ബൈ. ചെടിക്ക് വെള്ളം ഒഴിച്ചില്ലേ? കുക്ക് ചെയ്തില്ലേ? ഇല്ല മോളെ, ഞാൻ പുറത്തോട്ടൊന്ന് പോയി. കുഴപ്പമില്ല, ഞാനിപ്പോൾ ഉണ്ടാക്കി തരാം. പറഞ്ഞിട്ട് തന്നെയല്ലേ വിട്ടത്? എനിക്ക് നല്ല വിശപ്പുണ്ട്. നീ എന്തിനാ ഇങ്ങനെ ചെയ്യുന്നേ? ഏയ്, ഇപ്പൊ എന്തിനാ ഇങ്ങനെ വഴക്കിടുന്നേ? വാ, വെളിയിൽ പോയി എന്തെങ്കിലും കഴിക്കാം. ഐ എം ടയർഡ്. കുക്ക് ചെയ്ത് വെച്ചിരുന്നെങ്കിൽ എന്തായിരുന്നു പ്രശ്നം? നീ ഫ്രഷ് ആയിട്ട് വാ, ഞാൻ താഴെ വെയിറ്റ് ചെയ്യാം. പോവാം. അവിടെ നിർത്ത്. അവിടെ വേണ്ട, അടുത്ത് വേറൊരു കടയുണ്ട്, അങ്ങോട്ട് പോവാം. എവിടെയെങ്കിലും ഒന്ന് നിർത്ത്. വാ, അടുത്ത് തന്നെ. ഒരു മിനിറ്റ് ഒന്ന് ഇറങ്ങൂ. എന്താ പറ്റിയേ? പെട്രോൾ ഇല്ലെന്നാ തോന്നുന്നത്. ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ അടുത്തെങ്ങാനും പോവാന്ന്. നീ എന്തിനാ ഇങ്ങനെ ചെയ്യുന്നേ? ബൈക്കിൽ പെട്രോൾ ഉണ്ടോ ഇല്ലയെന്ന് പോലും നോക്കില്ലേ? നീ എന്താ കൊച്ചുകുട്ടിയാ? ബൈക്ക് നീയാണോ ഞാനാണോ ഓടിക്കുന്നേ? ഇപ്പൊ എങ്ങനെ പോവാൻ ഇവിടുന്ന്? മര്യാദക്ക് ഡിന്നർ കുക്ക് ചെയ്തിരുന്നെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു. എന്തിനാ ഇങ്ങനെ ചെയ്യുന്നത്? ഇറിറ്റേറ്റിംഗ് ആവുന്നു. വന്ന് വന്ന് നീ ചെയ്യുന്നതെല്ലാം ഇങ്ങനെയാ. നിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത് പോലും എനിക്കറിയാം. നീ ജനിച്ച ഹോസ്പിറ്റൽ ഏതാണ് നിൻ്റെ അച്ഛനോട് ഞാൻ ചോദിച്ചു. അവിടെ പോയോ 10 വർഷം മുമ്പ് ആ ഹോസ്പിറ്റൽ പൂട്ടിയെന്ന്. ഒരാഴ്ച കൊണ്ട് തേടി അലഞ്ഞ് പിന്നീട് ആ ഹോസ്പിറ്റലിലെ ഓണർ ആരാന്ന് കണ്ടുപിടിച്ച് അദ്ദേഹം മുഖേന നിൻ്റെ അമ്മയുടെ പ്രസവം നോക്കി ഡോക്ടറെയും കണ്ടുപിടിച്ചു. അവരിപ്പോൾ 93 വയസ്സുള്ള ഒരു മുത്തശ്ശിയാണ്. ഹോസ്പിറ്റൽ ഡോക്യുമെൻറ്റ്സ് എല്ലാം ഇപ്പോഴും ഹൈദരാബാദിലുണ്ടെന്നാണ് പറഞ്ഞത്. അതിനുവേണ്ടി ഒരു 10 ദിവസം തേടി അലഞ്ഞ് കഷ്ടപ്പെട്ട് ഡോക്യുമെൻറ്റ്സ് കണ്ടുപിടിച്ച് അത് വച്ചിട്ടിപ്പോൾ പറയുക. ഇനി 4 സെക്കൻഡ് കൂടെ. 3, 2, 1. ഹാപ്പി ബർത്ത്ഡേ സിന്ധു.